വാർത്തകൾ വിശദമായി. നൂറ്റാണ്ടിന്റെ ആത്മീയ പണ്ഡിത തേജസ്വിനി വിശ്വാസി ഹൃദയങ്ങളിൽ തിളങ്ങി നിൽക്കും. കഴിഞ്ഞ ദിവസം അന്തരിച്ച പ്രശസ്ത മതപണ്ഡിതനും ഉള്ളാൾ തങ്ങളുമായിരുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങളുടെ ഭൌതിക ശരീരം ഞായറാഴ്ച 10,000ങ്ങളുടെ സാന്നിധ്യത്തിൽ എട്ടിക്കുളത്ത് ഖബറടക്കി. ശനിയാഴ്ച അന്തരിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ തങ്ങളുടെ മയ്യത്ത് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് എട്ടിക്കുളത്ത് ഖബറടക്കിയത്. രാവിലെ 7 മണിക്ക് തുടങ്ങിയ മയ്യത്ത് നിസ്കാരം പല ഘട്ടങ്ങളിലായി മണിക്കൂറുകൾ തന്നെ നീണ്ടു. ആദ്യ മയ്യത്ത് നിസ്കാരത്തിന് മകൻ സയ്യിദ് ഫസൽ കോയമ്മ തങ്ങൾ കൂറ നേതൃത്വം നൽകി. ഖബറടക്കത്തിന് ശേഷം നടന്ന പ്രാർത്ഥനയ്ക്ക് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ് നേതൃത്വം നൽകിയത്. മന്ത്രിമാരും സാമൂഹിക സാംസ്കാരിക ആത്മീയ രംഗങ്ങളിലെ പ്രമുഖരും ഉൾപ്പെടെ 10,000ങ്ങളാണ് അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ എട്ടിക്കുളത്ത് എത്തിച്ചേർന്നത്. ഉള്ളാൾ തങ്ങളുടെ ദേഹവിയോഗ വാർത്തയറിഞ്ഞ് സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി എട്ടിക്കുളത്തെ വസതിയിലേക്ക് അക്ഷരാർത്ഥത്തിൽ അനുയായികളും ആരാധകരും ഒഴുകിയെത്തുകയായിരുന്നു. ജനത്തിരക്ക് കാരണം പലർക്കും ചടങ്ങുകളിൽ പങ്കുചേരാനോ തങ്ങളുടെ വസതി പരിസരത്ത് പോലും എത്തിച്ചേരാനോ കഴിയാതെ തിരിച്ചു പോകേണ്ടി വന്നിരുന്നു. കേന്ദ്രമന്ത്രി KC വേണുഗോപാൽ, TV രാജേഷ് MLA, ശ്രീകൃഷ്ണൻ MLA, NA നെല്ലിക്കുന്ന് MLA, മുൻ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, മുൻ കേന്ദ്രമന്ത്രി CM ഇബ്രാഹിം എന്നിവർ പരേതന്റെ വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചിരുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ സംസ്ഥാന പ്രസിഡന്റ്, മംഗലാപുരം ഖാസി, ജാമിയ സാദിയ പ്രസിഡന്റ് എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ച മഹാപണ്ഡിതനായിരുന്നു വിട പറഞ്ഞ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി. വിശ്വാസി ഹൃദയത്തിലും ആത്മീയ വൃത്തങ്ങളിലും പൊതുമണ്ഡലങ്ങളിലും തങ്ങൾക്കുണ്ടായിരുന്ന സർവാദരണീയ സ്ഥാനത്തിന്റെ പ്രത്യക്ഷോദാഹരണമായിരുന്നു ശനിയാഴ്ച വൈകിട്ട് ഇദ്ദേഹത്തിന്റെ ദേഹവിയോഗ വാർത്തയറിഞ്ഞതു മുതൽ എട്ടിക്കുളത്തേക്ക് അണമുറിയാതെ ഒഴുകിയെത്തിയ ജനസഞ്ചയം. ഇവരിൽ മതരംഗത്ത് പ്രവർത്തിക്കുന്നവർ മാത്രമല്ല, സംസ്ഥാനത്തിനകത്തും പുറത്തും വിവിധ രംഗങ്ങളിലെ പ്രഗത്ഭരും പ്രശസ്തരും തൊട്ട് ഏറ്റവും താഴെത്തട്ടിൽ വരെയുള്ള 10,000ങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അന്തരിച്ച പ്രമുഖ പണ്ഡിതനും മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവുമായ ഉള്ളാൾ തങ്ങളുടെ ഭൌതികദേഹം ദർശിക്കുന്നതിനായി എത്തിച്ചേർന്നത് 10,000ങ്ങൾ. എട്ടിക്കുളത്തെ തങ്ങളുടെ വസതിയിലേക്ക് എത്തിയവരുടെ വാഹന ബാഹുല്യം കൊണ്ട് പഴയങ്ങാടി മാടായിപ്പാറ റോഡുകളിൽ അനുഭവപ്പെട്ടത് വൻ ഗതാഗതക്കുരുക്കായിരുന്നു. ശനിയാഴ്ച അന്തരിച്ച പ്രമുഖ മതപണ്ഡിതൻ ഉള്ളാൾ തങ്ങളുടെ എട്ടിക്കുളത്തെ വസതിയിലേക്ക് സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി ഒഴുകിയെത്തിയത് 10,000കണക്കിന് ആളുകളാണ്. തങ്ങളുടെ ദേഹവിയോഗ വാർത്തയറിഞ്ഞ് ശനിയാഴ്ച രാത്രി മുതൽ എട്ടിക്കുളത്തേക്കുള്ള വഴിയിൽ തമ്പടിച്ചത് ആയിരക്കണക്കിന് വാഹനങ്ങൾ. ശനിയാഴ്ച വൈകിട്ട് മുതൽ ഞായറാഴ്ച ഖബറടക്കം വരെ ജനങ്ങളുടെ ഒഴുക്കായിരുന്നു ഇവിടേക്ക്. ശിഷ്യരും അനുയായികളും ആരാധകരുമായി പരസഹസ്രം മനുഷ്യർ എത്തിയ വാഹനങ്ങളുടെ ബാഹുല്യം കൊണ്ട് പഴയങ്ങാടി, മാടായിപ്പാറ എന്നിവിടങ്ങളിൽ വലിയ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടത്. കാറുകളിലും ടൂറിസ്റ്റ് ബസ്സുകളിലുമായാണ് തങ്ങളുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ അനുയായികൾ വന്നെത്തിയത്. ഈ വാഹനങ്ങളെക്കൊണ്ട് പഴയങ്ങാടി റോഡിൽ രാവിലെ മുതൽ വൻ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. പോലീസും നാട്ടുകാരും ചേർന്നാണ് ഗതാഗതം